സമൂഹ മാധ്യമ അധിക്ഷേപത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ ബസ്സിലെ CCTV ദൃശ്യം ന്യൂസ് മലയാളത്തിന്. ദീപക്കും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഷിംജിതയ്ക്കും തിരക്കുള്ള സമയത്താണ് ബസ്സിൽ കയറിയതെന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ ലൈംഗിക അതിക്രമം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ ഈ CCTVയിൽ പതിഞ്ഞിട്ടില്ല. ദീപക്കിനെതിരെ ആരും പരാതി പറഞ്ഞില്ലെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഷിജിംതയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന പ്രചാരണത്തിന് പിന്നാലെ ജീവനൊടുക്കിയ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ മരണത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ നിർണായകമാകുമെന്നായിരുന്നു പോലീസിന്റെ വിലയിരുത്തൽ. എന്നാൽ യുവതിയുടെ ആരോപണം സ്ഥിരീകരിക്കുന്ന തരത്തിലൊന്നും പോലീസ് ശേഖരിച്ച വീഡിയോയിലില്ല. തിരക്കുള്ള സമയത്ത് ദീപക്കും യുവതിയും ബസ്സിൽ കയറുന്നത് വ്യക്തമാണെങ്കിലും അസ്വാഭാവികമായ ഒന്നും CCTVയിൽ പതിഞ്ഞിട്ടില്ല. ബസ്സിനകത്ത് ക്യാമറയുണ്ടെങ്കിലും തിരക്ക് കാരണം പിറകിലെ ദൃശ്യങ്ങൾ പതിയില്ലെന്നും ജീവനക്കാർ പറയുന്നു. ദീപകിനെ കുറിച്ച് ആരും പരാതി പറഞ്ഞിരുന്നില്ലെന്നും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ശേഷമാണ് ബസ് ഏതാണെന്ന് മനസ്സിലായതുമെന്ന് ജീവനക്കാർ പറഞ്ഞു. എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലാണ് രണ്ടാമത്തെ ദിവസമാണ് ഇത് അറിയുന്ന കാര്യമായിട്ട്. പിന്നെ പറഞ്ഞാൽ നമ്മളെ മുതലാളിയെ നമ്മൾ ആദ്യം വിളിച്ച് പറയുന്നത് വണ്ടിയിലെന്തെങ്കിലും ഇഷ്യൂ ആയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് മുതലാളിയാണ് നമ്മളോട് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് അവർ പരാതി തരുമോ, നമ്മളെ വണ്ടിയിൽ ഒന്നും അങ്ങനെ സംഭവങ്ങളില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അവരൊരു ഒന്നും പറയുമോ, അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് എന്ന് പറയുമോ നമ്മൾ ചെയ്തിട്ടില്ല. രാമതളയിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള അൽ അമീൻ ബസ്സിൽ വെച്ചാണ് ഷിംജിത വീഡിയോ ചിത്രീകരിച്ചത്. ബസ് ജീവനക്കാരുടെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. അതേസമയം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഷിംജിത മുസ്തഫ ഒളിവിലാണ്. അരീക്കോട് മുൻ ലീഗ് പഞ്ചായത്ത് അംഗമായ ഷിംജിതയുടെ പ്രാഥമിക മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഷിംജിതയെ എത്രയും വേഗം പിടികൂടണമെന്ന് ദീപകിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. എൻ്റെ അമ്മ വളരെ പാവായി പോയി, അതാണ് ഇതൊക്കെ ചെയ്തത്. എൻ്റെ കുട്ടി ഒരു വാക്ക് എന്നോട് പോലും എൻ്റെ കുട്ടി പറഞ്ഞില്ലല്ലോ. എന്നെ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കിടത്താൻ എൻ്റെ കുട്ടീനെ വിടൂലേ. അവളെ കണ്ടെത്താൻ ഉള്ള എല്ലാ സഹകരണങ്ങളും വേണം. നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം. എൻ്റെ മകൻ്റെ ജീവിതം വയ്യാതാക്കി. ദൃശ്യങ്ങൾ പകർത്തിയ ഷിംജിതയുടെ മൊബൈൽ പോലീസ് കസ്റ്റഡിയിലെടുക്കും. സൈബർ സെല്ലിന്റെ സഹായവും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.